മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്നങ്ങ് പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നുണ്ട്. ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വ്യക്തത വേണമല്ലോ. അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. തീവ്രവാദി എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനമായിരുന്നു. തന്നോട് ചോദിച്ചില്ലടോ. ഒരാൾ ചോദിച്ചാൽ അത് എന്റെ അനുഭവത്തിൽ അതുണ്ട്. അത്ര മാത്രമല്ല. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കാം. ഒന്നുമില്ല, വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിപ്പിടി അടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഒരാള് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്ന് ഇങ്ങനെ അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അടുത്ത ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇങ്ങനെ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ ചെയ്യുന്നു. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ശിവഗിരിയാണ്. എന്ത് ഞാൻ ചോദിച്ചാൽ ഞാൻ ശിവഗിരി ഇരുന്ന് മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരുത്താനുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. മുസ്ലിം ലീഗ് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവര് മറ്റു മലപ്പുറത്തിന് കണക്കുമാക്കാനുള്ള പറയുന്നത്. മറ്റു ജില്ലകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ അയാളൊന്ന് ചോദ്യം ഒരു ഉത്തരം ഞാനത് പറഞ്ഞില്ല. എയ്ഡഡ് അല്ല, അൺഎയ്ഡഡ് ആണ്. അത് പറഞ്ഞില്ല. അൺഎയ്ഡഡ് കോളേജ് ഒരെണ്ണം സ്വാശ്രയം നമ്മുടെ അന്ന് കിട്ടിയ ഒന്നല്ലല്ല, ഒരുപാട്. ഉമ്മൻചാണ്ടി എന്ത് സ്വാശ്രയം കിട്ടി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 13 ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് 13 തന്നിട്ടുണ്ട്. ലീഗിനെ പറ്റി പറയുമ്പോൾ ചൊറിയണെന്താ ലീഗിനെ പറ്റി പറയാൻ കാര്യമുണ്ട്. നിങ്ങൾ നാളുകൂടെ കേക്ക്. എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു ലീഗിനെ പറ്റി പറയാൻ കാരണം ഞങ്ങൾ അണ്ണനും തമ്പിയും കൂടെ ഒന്നിച്ച് നടക്കായിരുന്നേ. നടന്ന കാലത്ത് ഞങ്ങൾ എന്താ പറഞ്ഞത്? UDF ഇറക്കണം നമുക്ക്.